കരീംക്ക, ഞങ്ങളുടെ കൊച്ചിനൊരു തെറ്റ് പറ്റിയതാ. ഞാൻ കാല് പിടിക്കാൻ കരീംക്ക, ഞങ്ങളുടെ കൊച്ചിനെ തിരിച്ചു തരണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, തിരിച്ചു വേണം. സാർ ഇരിക്കേ. സാറേ, ഞാനാ പയ്യൻ്റെ പാപ്പയാ. മനസ്സിലായി. എന്താ നിങ്ങളുടെ തീരുമാനം? അവരുടെ രജിസ്റ്റർ നേരത്തെ കഴിഞ്ഞതാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ്. ഇനി വേർപിരിക്കുക എന്ന് വെച്ചാൽ പ്രയാസ. ഡിസിഷൻ അവരെടുക്കണം. പക്ഷെ സാർ, അവർക്ക് വേറെ മക്കളില്ല. ആകെ ഉള്ളത് ഈ പെൺകുട്ടി മാത്രാ. സാറിന് അറിയാലോ, ഞങ്ങളാണെങ്കിൽ 2 മതക്കാരും. സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാഹിബേ. പക്ഷെ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും? കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാലും പെൺകുട്ടിയുടെയും പയ്യന്റെയും താൽപ്പര്യത്തിനാണ് നിയമസാധുത. വാപ്പച്ചി, ഇനിയിപ്പോ ഒന്നും മിണ്ടണ്ട. ഇങ്ങനൊരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അളിയൻ അറിയാറുന്നല്ലോ. എല്ലാം ഫേസ് ചെയ്തോ. അളിയൻ കാരണേ വാപ്പിച്ചിയുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന കംപ്ലീറ്റ് ഇമേജും പോയി കിട്ടി. എല്ലാം ഞാനും അറിഞ്ഞോണ്ടാന്നാ വാപ്പിച്ചിയുടെ വിചാരം. അത് രാവിലത്തെ ഉമ്മച്ചിയുടെ സംസാരത്തിൽ മനസ്സിലായി. വാ, ഇറങ്ങ്. കൊച്ചേ, കൃഷ്ണേ, നോക്ക് മോളെ, അച്ഛനെ നോക്ക്. നീ നമുക്ക് വീട്ടിൽ പോവാ. നമുക്ക് വീട്ടിൽ പോവാടാ. നമുക്ക് വീട്ടിൽ പോവാ. മോളെ, ഇത്രയും നാളെ ചോരയും നീരുന്ന നടത്തി നിന്റെ അച്ഛനും അമ്മയല്ലേ, അവര് പറയുന്നത് കേക്ക്. അതെ, ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും പാടില്ല. ഇതൊരു പോലീസ് സ്റ്റേഷനാ. പാരന്റ്സിന് സംസാരിക്കണമെങ്കിൽ ആകാം, പക്ഷെ ബലപ്രയോഗമൊന്നും പാടില്ല. ഹലോ, ആരാ? റൈഹാനെ, നീങ്ങ വന്നേ. വാ. ആ ശരി, പിന്നെ വിളിക്കാട്ടോ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ഉസ്താദിന് എന്നെ മനസ്സിലായോ? പണ്ട് ഉസ്താദ് എന്നെ മദ്രസയിലെ ഒത്തുനിരുത്തിയുണ്ട്, ചെമ്പാരംകുന്ന്. ഓ, ആരിഫ് എന്നാ പേര്. ഓർമ്മ കിട്ടുന്നില്ല. ഉസ്താദിനിപ്പോൾ എവിടെ ജോലി? ജോലി ഇപ്പൊ ആശാരിപ്പണിയാ, കാർപ്പൻ്റർ. പെൺകുട്ടികൾക്ക് പ്രേമം തലക്ക് പിടിച്ച വെള്ളെടുത്ത് വാഴിച്ച പോലെയാ. പിന്നെ ജീവൻ നൽകി വളർത്തിയ അച്ഛനും അമ്മയും മങ്ങിയ കാഴ്ചയാ. സന്തോഷേ, വണ്ടി എടുക്കടാ. മൂഢന്മാർ ഭവതത്വമെങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ മഹാമായാമോഹാന്ധകാരെ. രാമഭദ്രായ പരമാത്മനേ നമോ നമ. രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ.
പാഹി സൗമിത്രിസേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി കമ്പുജ വിലോചന സന്തതം നമസ്കാരം. യുദ്ധമഭ്യർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനും അരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും ദാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിച്ചതി മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലം മാറുകാണാം മതശാസ്ത്രമം തത്ര അപ്രതിവദിക്കുന്നു മിതപരീ തപസ്വിനി. ഭക്തി കൊണ്ടെറ്റം പവിത്രയായപ്പോഴും ഭഗവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം. ഭാസ്കര, പുറത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ? എൻ്റെ കൊച്ച് ഉസ്താദിൻ്റെ കൊച്ചിനെ ഒന്ന് അറിയിക്കണം. വന്നേ. ആ തല അവിടെ കിട്ടിയോ? കാണണം. നീ ഇങ്ങനെ കരയല്ലേ? അവസാനായിട്ട് എൻ്റെ അമ്മേനെ എനിക്ക് കാണണം. ഞാൻ കാരണം എൻ്റെ അമ്മമ്മ ഭാവിയാ. ഞാൻ എൻ്റെ അച്ഛനെ അമ്മേനെ എനിക്ക് കാണണം. നീ ഒന്ന് സമാധാനപ്പെടും. ഉറപ്പിച്ചു ഒന്ന് വന്നോട്ടെ, നമുക്ക് പോവാം. എനിക്കിപ്പോ കാണണം, കണ്ടേ പറ്റൂ. എന്തായി ഐഷത്തെ തീരുമാനം? എന്താവൻ അബ്ദു? കരിമിന് ഫോണിൽ വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എവിടെ പോയതാ? കമ്പനിയിലുണ്ടാവും. ഏയ്, അവിടെ ഇരുന്നാ കേട്ടെ. നിനക്കറിയാല്ല, ഒരു മഴയ്ക്കൊന്നും കുട ചൂടുന്ന പ്രകൃതമല്ല റാബിയുടേത്. തീരുമാനം ഉണ്ടാണെങ്കിൽ കരിമ് തന്നെ വന്നം. ആ പെങ്കൊച്ചവിടെ കിടന്ന് നിലവിളിക്കാണ്. മരിച്ച സ്വന്തം അമ്മൂമ്മയല്ലേ, വിഷമം കാണും. ഒരെണ്ണല്ലേ ഉണ്ടായുള്ളൂ. തേനും പാലും എന്നൊക്കെ പറഞ്ഞ് വളർത്തിയിട്ടുണ്ടാവുകേ. അല്ല ഐഷാത്ത, ഈ കൊച്ചു നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെ പഴയ ബന്ധുക്കളുടെയൊക്കെ മയ്യത്ത് കാണാൻ പോണ ശരിയാണോ? അതിനെന്ത് ശരിക്കേടാ അബ്ദു? ആ ഓരോ പെങ്കൊച്ചുങ്ങളുടെ വിധിയെ ഒരാവേശത്തിനെടുത്തങ്ങോട്ട് ചാടും. ഒറ്റ ദിവസം കൊണ്ട് കൊതിയും മതിയും മാറുമ്പോ കൈകാലിട്ടടിച്ചങ്ങോട്ട് നിലവിളിയും തുടങ്ങും. ആ എന്ത് കാര്യം. കുടുംബത്തിലെ സമാധാനം മുഴുവനും പോയി. നിങ്ങളെ വാപ്പിച്ചിത് എവിടെ പോയി കിടക്ക? മനുഷ്യനിവിടെ തീ പിടിക്കുമ്പോഴാ. ഉമ്മച്ചി, കമ്പനിന്ന് ഷമീർ വിളിച്ചു. വാപ്പിച്ച് വിവരം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊണ്ട് വരുന്നുണ്ടെന്ന്. ഒരു കാരണവശാലും അനുവദിക്കരുത്. വന്നാ തടയണം. എന്ത് പ്രശ്നം ഉണ്ടായാലും. മരണവീടാണെന്നൊന്നും ആരും കരുതണ്ട. അതെ, ആ ഒരുമ്പെട്ടോള് കൊന്നതാ. അല്ലെങ്കിൽ ദേവകേമ മരിക്കാൻ എന്തായിരുന്നു അസുഖം? അവളുടെ ഒടുക്കത്തെ ഒരു പ്രേമം. സന്തോഷേട്ടാ, എന്താ? ആ പെൺകുട്ടി വരുമ്പോ കാണാൻ സമ്മതിക്കില്ലെന്നാ അവര് പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വന്നേ.
നീ ആ കുട്ടിയോട് വേഗം ഒന്ന് റെഡിയാക്കാൻ പറ, മരണ വീട്ടിലേക്ക് പോകാം. ഹലോ അഭിഷി, സിറ്റുവേഷൻ വളരെ മോശമല്ലേ? അവരുടെ ആളുകൾ വല്ല പ്രശ്നവും? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ആ കുട്ടിയോട് റെഡിയാക്കാൻ പറ. വാ മോളെ. നിക്ക്, എവിടേക്കാ? അല്ല, ഈ കുട്ടിയെ വേണ്ട, നടക്കില്ല. ഇവൾ ഒരുത്തിയാ തള്ളയെ കൊന്നത്. അന്യജാതിക്കാരന്റെ കൂടെ പോയപ്പോ നീ വിചാരിച്ചോ വീട്ടുകാരെ കുറിച്ച്? പ്രേമാണ് പോലും, പ്രേമം. എന്നിട്ടിപ്പൊ കണ്ണും നനച്ചുകൊണ്ട് വന്നിരിക്കണം. ഇതേ തിരിച്ചു വെക്കോ, അതാ നിങ്ങക്ക് നല്ലത്. ഈ കൊച്ചിന്റെ മുത്തശ്ശി ഒന്ന് കാണുന്നതിന് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? എന്താ ഇവരെ സഖവേ? ഈ നാടിനൊരു സംസ്കാരമുണ്ട്. ജാതിയും മതവും പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാക്കാൻ ഈ നാട്ടിൽ ആരെയും അനുവദിച്ചിട്ടില്ല, ഇനിയൊട്ട് അനുവദിക്കുകയുമില്ല. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, നാടിന്റെ സമാധാനം കളയാൻ. ഭാസ്കരൻ പറഞ്ഞിട്ടാണ് ഇവർ വന്നതെങ്കിൽ അവർ കാണും. അതല്ല, പ്രശ്നം ഉണ്ടാക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. മക്കള് പോ. ക്ഷമിക്കണം സാഹിബേ, അവന്മാര് വിവരമില്ലാഞ്ഞിട്ടാ. ക്ഷമ പറയേണ്ടത് ഞാനാ സഖാവേ. ഇവരുടെ പ്രതികരണം സ്വാഭാവിക. എൻ്റെ മോൻ ചെയ്തത് വലിയൊരു അപരാധം തന്നെയാണ്, ഒരു ന്യായീകരണവുമില്ല. ഞാൻ അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകി. സാരില്ല, വരൂ. ചെല്ലു മോളെ. കൃഷ്ണൻ